ഹായ് ഗൈസ്, അപ്പോൾ ഇ-കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 23ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് ഒരു ആമസോണിൽ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളൊരു ബുക്സാണ്. അപ്പോൾ ഇതിൽ ഏകദേശം അറൗണ്ട് 323, 289 നമുക്കൊരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായി സെല് ചെയ്തിട്ടുള്ളത് 450 ഉണ്ട്, 323 ഉണ്ട്, 800 സംതിങ് ഉണ്ട്. നമുക്കൊരു ആവറേജ് നോക്കിയിട്ട് നമുക്ക് 331 രൂപ ആവറേജിലൊരു ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഇത് നമുക്ക് ഇന്ത്യ മാർട്ടിൽ നമുക്ക് ഏകദേശം എത്ര പൈസക്കാണ് സെല് ചെയ്യണം നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റിന് കിട്ടുന്നുണ്ട്. നമുക്കത് 300 കിട്ടുന്നുണ്ട്, 155 കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ 390 285 ഏറ്റവും വില കുറവ് നോക്കിയിട്ട് അതിനുള്ള സപ്ലൈസിന് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ 150 നമുക്കിത് സപ്ലൈസിന് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ആണ്, പ്രോഫിറ്റ് കാൽക്കുലേഷൻ എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ആമസോണിൽ സെല്ലിംഗ് പ്രൈസ് 331 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്ന ഏകദേശം 150 രൂപയാണ് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്ന റേറ്റ് വരുന്നത്. GST വരുന്നത് 20 റുപ്പീസ് GST എടുക്കണം. റഫൽ ഫീസ് നമുക്ക് ഏകദേശം വരുന്നത് ഏകദേശം 10 രൂപ നമുക്ക് റഫൽ ഫീസ് എടുക്കാം. പിന്നെ ഷിപ്പിംഗ് ഫീസ് ഒരു 70 രൂപ വരുന്നുണ്ട്. പിന്നെ പാക്കിംഗ് ചാർജ് നമുക്കൊരു 15 രൂപ ആഡ് ചെയ്യാം. പിന്നെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ക്ലോസിംഗ് ഫീസ് വരുന്നുണ്ട് അറൗണ്ട്. ക്ലോസിംഗ് ഫീസ് ഒരു 10 രൂപ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് എന്തായാലും റിട്ടേൺ എന്തായാലും പ്രതീക്ഷിക്കണം. 20% റിട്ടേൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 20 റുപ്പീസിൽ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് വരെ നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എക്സ്പെൻസിന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 295 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ 331 ഇതിനൊരു കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് കിട്ടുന്നത് 36 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, കാരണം ഒരു പ്രൊഡക്റ്റും നിന്നാണ് ഈ 36 രൂപ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ആവറേജ് കണക്കിൽ ഒരു ദിവസം 20 ഓർഡർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് 20 ഓർഡർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 ഇൻറ്റു 36 കൂട്ടുകയാണെങ്കിൽ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 720 രൂപ പ്രോഫിറ്റാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മേലാണ് ഈ 720 രൂപ പ്രോഫിറ്റ് വരുന്നത് ഒരു ദിവസം. അപ്പോൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 720 ഇൻറ്റു 30 720 ഇൻറ്റു 30 മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അറൗണ്ട് 21,600 രൂപ നമുക്ക് മന്ത്ലി ഈ ഒരൊറ്റ പ്രോഡക്റ്റിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്.